രാവിലെ 8 മണി, ഉച്ചയ്ക്ക് 1:45, വൈകിട്ട് 4:40, രാത്രി. ഒരവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ മിക്ക പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും ഒരേ കിടത്ത. ഒരുത്തന്മാരെ രാത്രി എണീപ്പിക്കണേക്കാളും വലിയ പാട് വേറെ ഇല്ല. നോമ്പായി കഴിഞ്ഞാൽ ഉറങ്ങിക്കൂടെന്ന് ആരൊക്കെ പറഞ്ഞു, അത് ഉള്ളതാണോ എന്തോ. അങ്ങനെ നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നമ്മൾ വൈകുന്നേരത്തെ പർച്ചേസിനായിട്ട് ഇറങ്ങി. റാസൽ കൈമ തെരുവിലൂടെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തിരക്കും ഇല്ല, ഒന്നുമില്ല, റോട്ടിലൊന്നും ആരുമില്ല, ഒരു ബ്ലോക്കില്ല, ഒരു തിക്കില്ല, ഒരു തിരക്കില്ല, സമാധാനം സമാധാനം സമാധാനം. അങ്ങനെ മാർക്കറ്റിലെത്തി സാധനങ്ങളൊക്കെ പറക്കിയിട്ട് വണ്ടിയെടുത്ത് അങ്ങോട്ടൊരോട്ടം ഇങ്ങോട്ടൊരോട്ടം. സൂപ്പർ മാർക്കറ്റിൽ നേരിട്ടെത്തി സാധനം വാങ്ങിച്ച യുവാവ് മാതൃകയായി. ഇതിന് ആദരവ് അർപ്പിച്ച് സൂപ്പർ മാർക്കറ്റിലെ യുവാക്കൾ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിച്ച്. സാധാ സോൾട്ടിനെക്കാളും എല്ലാരും പറയണത് പിങ്ക് സോൾട്ടാണ് ഇപ്പൊ എല്ലാരും ഉപയോഗിക്കണേന്ന്. ഇതാണ് ഏറ്റവും നല്ലത്, ഈ പ്യൂറസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെയാണ്. അങ്ങനെ പ്യൂറസ്റ്റ് സോൾട്ട് വാങ്ങിച്ച് ഹെൽത്തി കുട്ടന്മാരായി ഇവര് ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എവിടെയെങ്കിലും ഇത്തിരി കരിച്ചോ പൊരിച്ചോ മറുത്തോ വറുത്തോ സാധനം ഉണ്ടെങ്കിൽ അപ്പ വരും എവിടെന്നെങ്കിലും. കള്ളനോമ്പാണെങ്കിലും പുള്ളിക്ക് അതിന്റെ ഒരു അഹങ്കാരം ഒന്നുമില്ല. എന്റെ പാചക മികവ് കണ്ടിട്ട് റാസൽ കൈമേരെ 3 അറബികളാണ് എന്നെ ഹോട്ടലിൽ തുടങ്ങാൻ വിളിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞു, അല്ല നമ്മളടുത്ത് കളി, അവര് വേണമെങ്കിൽ നമ്മളെ നാട്ടിൽ ഒന്ന് ഹോട്ടലിൽ തുടങ്ങട്ടെ, ഞാൻ അങ്ങ് പോയി തുടങ്ങി കൊടുക്കണം പോലും. പിന്നെ ജ്യൂസ് വന്നു, ബർഗർ വന്നു, സാൻഡ്വിച്ച് വന്നു, അത് വന്നു, ഇത് വന്നു, കണ്ണി കണ്ട എല്ലാ സാധനവും ഉണ്ടാക്കി. എനിക്കൊരു എയർ ഫ്രയറും മൈക്രോ ഓവനും തന്നു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സാധനവും ഞാനുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എയർ ഫ്രയറിൽ ചുട്ടുപൊരിച്ച ഫ്രഞ്ച് ഫ്രൈസ്. അത്താഴത്തിന് എണീറ്റ് ഫുഡ് ചവയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് രാത്രി മിക്സിയിലടിച്ച് കുടിച്ച മുതലാണ്. ആരാ ഗസ്റ്റ് വരണമെന്ന് പറഞ്ഞപ്പോ പണിയെടുക്കണ എടുപ്പ് കണ്ട നാടാകെ കണ്ണും നട്ട് കാത്തിരുന്ന ആ നിമിഷം ആരായിരിക്കും ഹംസ എന്ന് എത്തിച്ച ആ ഗസ്റ്റ്.